ഒരു കുട്ടീൻ്റെ 2 സബ്ജക്റ്റിലെ മാർക്സ് തന്നിട്ടുണ്ട്. അതായത് 75 തന്നിട്ടുണ്ട്, കുട്ടിക്ക് GK 55 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പം ഈ കുട്ടി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എബവ് 60 കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി പാസ്സാവും. അങ്ങനത്തെ ഒരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യും. അതായത് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നത് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു ഇഫ് ഇടും. ഇഫ് ഈ കുട്ടീൻ്റെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് ക്ലിക്ക് ചെയ്യും. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണോ എന്ന് ചെക്ക് ചെയ്യും. കൊമ GK കുട്ടിക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണോ ചെക്ക് ചെയ്യും. അപ്പോൾ ഇതിന് മുന്നായിട്ട് എന്ത് ചെയ്യണം? അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ 60 എബവ് ഉണ്ടെങ്കിൽ കുട്ടി പാസ്സാവും എന്നല്ലേ കണ്ടീഷൻ. അപ്പം അങ്ങനെ ആകുമ്പോൾ സമയത്ത് ഇഫ് ഓപ്പൺ ചെയ്ത പാടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ക്ലിക്ക് ഓർ കൂടെ ടൈപ്പ് ചെയ്യണം. ഓർ എന്നിട്ട് എന്ത് ചെയ്യുക? GK ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60, ഇംഗ്ലീഷ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡബിൾ കോട്ടിൽ പാസ്, ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക, ഡബിൾ കോട്ടിൽ ഫെയിൽ, ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഇക്വേഷൻ. എൻ്റർ ചെയ്താൽ അപ്പം ഈ കുട്ടി പാസ്സാണ്. അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എബവ് 60 ഉണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോൾ റിസൾട്ട് ബാക്കി നോക്കുക എങ്ങനെ ഉണ്ടാവാന്ന്. ഇതിലാണ് ഫെയിൽ ആയിട്ടുള്ളത് ശില്പ പറഞ്ഞ കുട്ടി. കാരണം 2 സബ്ജക്റ്റിലും ബിലോ 60 ഉള്ളത്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ എബവ് 60 ഉണ്ടെങ്കിൽ കുട്ടി പാസ്സാവും. അപ്പം ആ സമയത്ത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷനാണ് ഓർ. ഇഫ് കഴിഞ്ഞ് ഓർ കൊടുക്കുക, ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഈക്വൽ 60 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, GKൻ്റെ മാർക്ക് ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഈക്വൽ 60 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡബിൾ കോട്ട് പാസ്, ഡബിൾ കോട്ട് ഫെയിൽ. ഇതാണ് ഓർ ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. യൂസിങ് ഓർ ഫംഗ്ഷൻ. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഇനിയിപ്പം ഞാനൊരു കണ്ടീഷൻ പറയാണ്. മസ്റ്റായിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യണം? എബവ് 60 ഉണ്ടെങ്കിൽ, അതായത് 2 സബ്ജക്റ്റിലും മസ്റ്റായിട്ട് എബവ് 60 വേണം, എന്നാൽ മാത്രമേ കുട്ടി പാസ്സാവുള്ളൂ. അങ്ങനത്തെ ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യും? ഈക്വൽ ടു ഇഫ് കൊടുക്കുക, ഓറിന് പകരം ആൻഡ് യൂസ് ചെയ്യുക. ആൻഡ് കൊടുക്കുക, എന്നിട്ട് ഇംഗ്ലീഷ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണോ നോക്കുക, GK ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണോ നോക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡബിൾ കോട്ടിൽ പാസ്, ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക, ഡബിൾ കോട്ടിൽ ഫെയിൽ, ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. അപ്പം ഈ കുട്ടി ആൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഫെയിലാണ്. കാരണം എന്താ? 2 സബ്ജക്റ്റിലും എബവ് 60 ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടി പാസ്സാവുള്ളൂ. ഇപ്പം 75 ഇവിടെ 55 ഉള്ളൂ, ഫെയിലായി. അപ്പം ഇതെല്ലാം ഓക്കെയാണ്. ഇതാണ് യൂസിങ് ആൻഡ് ഫംഗ്ഷൻ. അപ്പം യൂസിങ് ആൻഡ് ഫംഗ്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.